എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ അടുക്കൽ വരുന്ന കൗൺസിലിങ്ങുകൾ കൂടുതലായും പരീക്ഷാ ഭയത്തെപ്പറ്റിയുള്ള ചില ചിന്തകളും വിഷമതകളുമാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഹൗ ടു ഓവർകം എക്സാമിനേഷൻ ഫിയർ എന്നുള്ളതിനെ പറ്റിയാണ്. എങ്ങനെ ഈ പരീക്ഷാ ഭയത്തെ നമുക്ക് മാറ്റിയെടുക്കാം? നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് ഇതെല്ലാം മറന്നുപോകുന്നു എന്നുള്ള ഒരു പരാതി പറയാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പരീക്ഷയ്ക്കായിട്ട് തയ്യാറായി പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഉത്കണ്ഠ കൂടി വരുന്നുണ്ട്. ചുരുക്കത്തിൽ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു വിഷമവും ദുഃഖവും ഭാരവും പേറി വരുന്ന അനവധി കുട്ടികൾ ഇന്ന് കൗൺസിലിങ്ങിനായി വരുന്നുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷാ ഭയത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം കാരണങ്ങളാണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ അതിനുവേണ്ട തയ്യാറെടുപ്പില്ലാത്തതിനാൽ പെട്ടെന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു ആകുലതയാണ് ഭയത്തിലേക്ക് അവരെ നയിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ കഴിയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം. രണ്ടാമതായിട്ടുള്ളത് ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളതാണ്. പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. പലപ്പോഴും കുട്ടികൾ എല്ലാം പ്രിപ്പയർ ചെയ്താലും അവരുടെ ഉള്ളിലൊരു ആകുലത വരാം. എങ്ങനെയായിരിക്കും, ഞാൻ പരാജയപ്പെട്ടാലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് അവരുടെ മനസ്സ് കൂടുതലും വരുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് അവരുടെ മനസ്സിലോട്ട് കൂടുതലായിട്ട് കടന്നു വരുന്നത്. പരാജയത്തെ പറ്റി, പരാജയപ്പെട്ടുമ്പോൾ മറ്റുള്ളവര് അവരെ അവഹേളിക്കുന്ന അപമാനിക്കുന്നതും അവരെ കുറ്റപ്പെടുത്തും ഒക്കെയുള്ള ചിന്തകള്, അതുപോലെ മറ്റുള്ളവരൊക്കെ വിജയിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ചില ചിന്തകൾ അവരെ ഫലിക്കുന്നു. ഒരിക്കൽ APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുകയുണ്ടായി. ഫെയിൽ എന്നുള്ളതിന്റെ ഫുൾ ഫോം FAIL, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, അതായത് നമ്മുടെ പരിശീലനത്തിന്റെ ഒന്നാമത്തെ ഒരു ഘട്ടം മാത്രമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മാർക്ക് കുറയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ എങ്കിലും അതൊരു ലേണിംഗ് പ്രോസസ് ആയിട്ട് എടുക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് മനസ്സിലാക്കണം, എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ പഠനത്തിൽ നമുക്ക് മൂന്നാമതായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രഷർ ഫ്രം പേരൻസ് ആൻഡ് ദ സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കളുടെ എപ്പോഴും ഉള്ള ഓർമ്മപ്പെടുത്തൽ, അതായത് പരാജയപ്പെട്ടാലുള്ള കുഴപ്പങ്ങൾ, മാർക്ക് കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയില്ല എന്നുള്ള ആ എപ്പോഴും അവർ പറയുന്ന വാക്കുകൾ, വലിയ ഫീസ് കൊടുത്ത് വലിയ സ്കൂളിൽ വിടാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുൻപിൽ ജോലി കിട്ടാതിരിക്കുന്ന ഒരു അവസരം, ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി മാതാപിതാക്കൾ ഇവരെ ബോധ്യപ്പെടുത്തും. അത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളുടെ ഉള്ളിന്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചില തീരുമാനങ്ങളോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് പഠിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. 3 പ്രധാന കാരണങ്ങളാണ് ഇവരുടെ പരീക്ഷാ ഭയത്തിനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയും എങ്ങനെ ഇതിൽ നിന്നും ഇവർക്ക് മോചനം നേടാം, അല്ലെങ്കിൽ പരീക്ഷാ ഭയത്തെ എങ്ങനെ നേരിടാം, ഹൗ ടു ഓവർകം ദ ഫിയർ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പ്ലാൻ സ്മാർട്ട്ലി എന്നുള്ളതാണ്. പ്ലാൻ സ്മാർട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ടൈം ടേബിൾ നമ്മുടെ പഠനത്തെ പറ്റി ഉണ്ടാക്കുക, ഓരോ ദിവസത്തെ പറ്റി ഉണ്ടാക്കുക, ഓരോ ദിവസം പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റി നമ്മൾ നേരത്തെ കരുതി കൂട്ടുകയും അതിനുവേണ്ടി ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടാക്കി അതനുസരിച്ച് പോകുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന ദിവസവും നമുക്കുണ്ടാകണം. അതാണ് പ്ലാൻ സ്മാർട്ട്ലി എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ. നമ്മുടെ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞു, പരീക്ഷയ്ക്കായി തയ്യാറാകാൻ തുടങ്ങിക്കഴിഞ്ഞു, ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കുക, അതനുസരിച്ച് നമ്മുടെ പഠനം മുന്നോട്ട് പോകുക. വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയും നമ്മുടെ പഠനത്തിനെ പറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്.
അതായത് എപ്പോഴും നല്ല ഒരു പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ്, വിജയിക്കും എന്നുള്ള ഒരു ചിന്ത. എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും, അല്ലെ എന്നെ കൊണ്ട് മനസ്സിലാകുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നെഗറ്റീവായുള്ള ചിന്തയ്ക്ക് നമ്മളൊരു മറുമരുന്ന് എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, എനിക്ക് നന്നായിട്ട് വിജയിക്കാൻ കഴിയും, എന്റെ ഓർമ്മശക്തി കൂടിക്കൂടി വരുന്നു, എനിക്ക് നന്നായിട്ട് ഈ പരീക്ഷയെ നേരിടാനായിട്ട് സാധിക്കും, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ പരീക്ഷ എഴുതുന്നുണ്ട്, അതുപോലെയുള്ള ഒരു പരീക്ഷ മാത്രമാണിത് എന്നുള്ള ബോധ്യം വരുമ്പോൾ, അനവധി പരീക്ഷകൾ എഴുതിയിട്ടുള്ളതാണ്. ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു ധൈര്യം നൽകി തരുന്ന ഒന്നായിട്ട് മാറണം. ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ വാർത്തെടുക്കണം. പലപ്പോഴും നമ്മുടെ ഇറാഷണൽ ബിലീഫ് സിസ്റ്റം നമുക്ക് വളരെയേറെ ദുഃഖം നൽകി തരുന്നതാണ്. എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു അമിതമായ ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മുടെ സകല ഊർജവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ കാര്യം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ ഞാൻ പറയുമ്പോൾ അത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആകാം, നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ആകാം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിഹേവിയറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നന്നാക്കി എടുക്കാനുണ്ട്. നമ്മൾ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഇനിയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യവും പ്രധാനപ്പെട്ടതാണ്. മൊബൈൽ ഫോൺ ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കയറുന്നത് നമ്മൾ വളരെ വളരെ ലഘൂകരിക്കേണ്ടതായിട്ട് കാര്യം. പരീക്ഷാ സമയമാണ്. അപ്പൊ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞു. ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ആവശ്യമായ രീതിയിൽ വേണ്ട കലോറീസ് ഒക്കെ വെച്ച് നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഉറങ്ങാനായിട്ടുള്ള ഒരു രീതി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എല്ലാ രീതിയിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടു കൂടെ ഒരു ആരോഗ്യമുള്ള മനസ്സും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് സത്യം. നാലാമത്തെ പ്രധാനമായിട്ടും സീക്ക് ഗൈഡൻസ് എന്നുള്ളതാണ്. നമുക്ക് ഒരു ഗൈഡൻസ് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും ഒരു മെന്റർ നമുക്കുണ്ടെങ്കിൽ നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാനും, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയുള്ള ഭയമോ പേടിയോ അറിവോ നമുക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു മെന്ററിന് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ നല്ല അധ്യാപകരാകാം, നമ്മുടെ കൗൺസിലേഴ്സ് ആകാം, നിങ്ങളുടെ മാതാപിതാക്കളാകാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരിടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. കൗൺസിലിംഗ് സെന്റർ ഞങ്ങൾ ചെയ്യുന്ന അതാണ്. അവരെ വളരെ ആദരപൂർവ്വം അല്ലെ വളരെ സ്നേഹപൂർവ്വം അവരെ സ്വീകരിച്ച് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് സൈക്കോതെറാപ്പിയിലൂടെ അല്ലെങ്കിൽ മറ്റു പല സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കൗൺസിലിംഗിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ പരീക്ഷ ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് എഴുതുവാൻ തക്കവണ്ണം ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സകല പരീക്ഷാ ഭയവും മാറി ഊർജ്ജസ്വലരായി അടുത്ത വർഷത്തിൽ നമുക്ക് പഠിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.